1741 ആഗസ്റ്റ് 10 യുദ്ധം ആരംഭിച്ചു. കരയിൽ പോരാടുന്ന സൈന്യത്തിന് സഹായമെത്തിക്കാൻ കാത്തുകിടന്ന ഡച്ച് കപ്പലിനെ തിരുവിതാംകൂറിൻ്റെ പടയാളികൾ വഞ്ചികളിൽ വളഞ്ഞു. കപ്പലിൽ നിന്ന് ഒരു സഹായവും കരയിലെത്തിക്കാൻ അവർ അനുവദിച്ചില്ല. ഡച്ച് സൈനികരും തിരുവിതാംകൂർ പടയാളികളും തമ്മിൽ ഘോര യുദ്ധം തന്നെ അരങ്ങേറി. രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഡച്ച് അണികളിൽ ഇടിമിന്നലായി പാഞ്ഞുകയറി. മുൻനിര തകർന്ന് ഡച്ചുകാർ നെട്ടോട്ടമായി. സൈന്യക്രമവും നിയന്ത്രണവും തെറ്റിയ സൈന്യം ചിതറി നാനാവിധമായി. തിരുവിതാംകൂറിൻ്റെ കുതിരപ്പടയാളികളായിരുന്നു ഡച്ചു നിരകളിൽ ഭീതി വിതച്ച് മുന്നേറിയത്. അവരെ തടയാൻ ഡച്ചുകാർക്ക് കുതിരപ്പട്ടാളം ഇല്ലായിരുന്നു. അത് ഡച്ചുകാർക്ക് വലിയൊരു തിരിച്ചടിയായി. കാട്ടുതീ പടർന്ന് കയറുന്നത് പോലെയായിരുന്നു തിരുവിതാംകൂറിൻ്റെ കുതിരപ്പടയുടെ മുന്നേറ്റം. പരിക്കേറ്റവരെയും മരിച്ചവരെയും പടക്കളത്തിൽ തന്നെ ഇട്ട് ഡച്ച് സൈന്യം പിന്തിരിഞ്ഞോടി കോട്ടയിൽ അഭയം പ്രാപിച്ചു. ഓഫീസർമാരുൾപ്പെടെ 24 ഡച്ച് സൈനികർ തടവിലാക്കപ്പെട്ടു. കോട്ട വളഞ്ഞ് തിരുവിതാംകൂർ സൈന്യം ആക്രമണം ആരംഭിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോട്ട പിടിച്ചടക്കി. ഡച്ചുകാർ പ്രാണരക്ഷാർത്ഥം കപ്പലിലേക്ക് ഓടി. വളഞ്ഞു നിന്ന തിരുവിതാംകൂർ വഞ്ചികളിൽ നിന്ന് രക്ഷപ്പെട്ട് കപ്പലിലെത്തിയ ഡച്ചുകാർ കൊച്ചിയിലേക്ക് പലായനം ചെയ്തു.